ചാതുർവർണ്ണ കറപുരണ്ട താളിയോല ചുരുളുകൾ ചാതുർവർണ്ണ കറപുരണ്ട താളിയോല ചുരുളുകൾ ചുട്ടരിച്ചു നവമൊരിന്റെ അസ്ഥിവാരം തീർത്തു നീ ആദിഭാരതരത്നമേ അടിമകളുടെ ദൈവമേ ആദരവോടഞ്ജലിയോടായിരത്തിരി നെയ്ത്തിരി ആദിഭാരതരത്നമേ. സാമുദായിക സംഘടനകളും ഉപജാതി ബോധങ്ങളും കൊടികുത്തി വാഴുന്ന സമയം അംബേദ്കറുടെ പ്രതിമ സ്വന്തം വീട്ടുവളപ്പിൽ സ്ഥാപിക്കുകയും അംബേദ്കർ ആശയങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നതിന് വായനശാലയും സ്ഥാപിച്ച വ്യത്യസ്തരിൽ വ്യത്യസ്തനായ ഒരു മനുഷ്യൻ കൂടുതൽ വാഗ്തോരണികളില്ലാതെ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പുതുതലമുറയിലേക്ക് എത്തിക്കുവാനായി ഇങ്ങനെയൊരു മഹത്തായ വഴി തിരഞ്ഞെടുത്ത അദ്ദേഹത്തെ മഹാൻ എന്നല്ലാതെ എന്താണ് വിളിക്കുക? അതെ, ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് അഡ്വക്കേറ്റ് മുന്തൂർ കൃഷ്ണ സാറിന്റെ ഗ്രാമത്തിലാണ്. കോതമംഗലത്തുള്ള കോട്ടപ്പടി മുന്തൂർ എന്ന ഗ്രാമത്തിൽ അംബേദ്കർ ധമ്മ പ്രബോധന കേന്ദ്രത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അടിമകളിലും അടിമകളും ഐതജാതിക്കാരുടെ അടിമകളിലും അടിമകളും ഐതജാതിക്കാരുടെ അവശതകളേറ്റുവാൻ അവതരിച്ച നായകൻ ആദിഭാരതരത്നമേ അടിമകളുടെ ദൈവമേ ആദരവോടഞ്ജലിയോടായിരത്തിരി നെയ്ത്തിരി ആദിഭാരതരത്നമേ. അടിമകളിലും അടിമകളും അംബേദ്കറാണ് ഇന്ത്യയുടെ വെളിച്ചമെന്ന്. അതിന് മുഖ്യ കാരണം ജാതിക്കെതിരെ ഉയർന്ന ആദ്യ ശബ്ദം ബുദ്ധൻ്റെതാണ്. അതിനേക്കാൾ ശക്തമായ ഒരു ശബ്ദം ഇന്ത്യയിൽ കേൾക്കുന്നത് അംബേദ്കറിലൂടെ. ഇന്ത്യയുടെ പാരമ്പര്യത്തെ, ഇന്ത്യയുടെ സംസ്കാരത്തെ, ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ, ഇന്ത്യയുടെ എല്ലാത്തിനെയും നശിപ്പിച്ച ജാതി ചിന്തയാണെന്ന് ഉള്ള അംബേദ്കറുടെ നിരീക്ഷണം അത് വലിയ ഒരു സംഗതി തന്നെയാണ്. അതിനപ്പുറം ഒരു ചിന്ത ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയണം. അത് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയ കാര്യം. ജാതി കൊണ്ട് നിബിഡമായ ഒരു വനം പോലെ ഉള്ള ഈ രാജ്യത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ, ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, ഈ രാജ്യത്തിൻ്റെ ആത്മീയ പശ്ചാത്തലത്തിൽ അതിനെ എതിരായി ചിന്തിക്കുക എന്നുള്ളത് തന്നെ അത്ഭുതമാണ്. ആ അത്ഭുതത്തിനോട് അടുക്കുക എന്ന് പറയുന്നത് തന്നെ അതിലും വലിയ അത്ഭുതമാണ്. അതുകൊണ്ടാണ് അംബേദ്കർ പലർക്കും മനസ്സിലാകാതെ പോകുന്നത്. അതുകൊണ്ടാണ് അംബേദ്കറെ ഉൾക്കൊള്ളാൻ പലർക്കും കഴിയാതെ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നെ പോലെയുള്ള സാധാരണക്കാരനായി അംബേദ്കറുടെ ആ ചിന്ത വളരെയേറെ സ്വാധീനിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ജാതി ദൈവങ്ങൾ, ജാതി വിശ്വാസങ്ങൾ, ജാതിയുടെ സംസ്കാരം, ജാതിയുടെ രാഷ്ട്രീയം, ജാതിയുടെ ഇതായ എല്ലാം പരമാവധി ഒഴിച്ചു നിർത്തണമെന്ന ചിന്തയോടുകൂടിയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ പിന്നീട് കരുപ്പിടിപ്പിച്ചിട്ടുള്ളത്.
അപ്പൊ അത് അംബേദ്കറുടെ ഈ ചിന്ത പ്രചരിപ്പിക്കുക, അംബേദ്കറുടെ ധമ്മം, അംബേദ്കറുടെ ധമ്മം, അംബേദ്കറുടെ ആശയം, അംബേദ്കറുടെ വിഷൻ, അംബേദ്കറുടെ ദർശനം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രക്രിയയിലേക്ക് മാറണമെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചു. പലരുമായിട്ടും അതിനെപ്പറ്റി സംസാരിച്ചു. പലരോടും അതുമായിട്ട് ഒരു സംഭാഷണത്തിന് തയ്യാറായിരിക്കും. പലരും അത് കേൾക്കാൻ പോലും തയ്യാറാകാത്ത ഒരവസ്ഥയിലേക്കാണ് എനിക്ക് തോന്നുന്നത്. കേട്ടവർ തന്നെ അത് മറന്നുപോവുകയും എന്നോടുകൂടി സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ അത് വിട്ട് അതിന് വിരുദ്ധമായ ഇടങ്ങളിൽ അവരെ കാണാൻ എനിക്ക് ഇടവന്നപ്പോഴൊക്കെ പെടുകയും ചെയ്ത ദുഃഖകരമായ പിന്നീട് എൻ്റെ മനസ്സിലുള്ള ഒരു ആശയം തോന്നിയിട്ടുള്ള ഒരു ആശയം, അംബേദ്കർ ഒരു സ്മാരകമുണ്ട്. ആ സ്മാരകം അംബേദ്കർ ധമ്മ പ്രബോധന കേന്ദ്രമായി വരണം. അംബേദ്കറുടെ ധമ്മം പ്രചരിപ്പിക്കുന്ന ഒരു ഇടമായി മാറും എന്ന് മനസ്സിൽ ചിന്തിക്കുകയും അടുത്ത ചില സുഹൃത്തുക്കളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് സമ്മതം മൂളിയെങ്കിലും ആ സമ്മതം മൂളിയവർ തന്നെ ജാതി സംഘടനകളുടെ തലപ്പത്തേക്കും ജാതിയുടെ വഴികളിലേക്കും ദൈവാരാധനയിലേക്കും അമ്പലം കമ്മിറ്റികളിലൊക്കെ ചെന്ന് വിടുന്ന കാഴ്ച കണ്ടപ്പോൾ അവരിൽ കൂടി അല്ലെങ്കിൽ അവരുടെ സഹകരണത്തോടു കൂടി അംബേദ്കറുടെ ഒരു സ്മാരകം നിർമ്മിക്കുക അസാധ്യമാണ് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പെടുകയും അംബേദ്കർക്ക് ഒരു സ്മാരകം എന്നുള്ള ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന അതിന് ഞാൻ കണ്ടെത്തിയത് എൻ്റെ വീടിനോട് ചേർന്ന എൻ്റെ സ്വന്തം സ്ഥലത്താണ്. അതിനൊരു കാരണം മനുഷ്യൻ കാണുന്ന ഏതെങ്കിലും പട്ടണങ്ങളിലോ ടൗണിലോ അല്ലെങ്കിൽ കോതമംഗലം ടൗണിലോ എവിടെയെങ്കിലും അത് സ്ഥാപിക്കണമെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ അതിന് തടസ്സമാണ്. ഒന്ന്, അതിന് സ്ഥലം. ആര് സ്ഥലം തരും? പണം കൊടുത്തു വാങ്ങാൻ എങ്ങനെ പണം ആര് തരും? ഈ ഒരാശയത്തോട് യോജിക്കാൻ പോലും തയ്യാറല്ലാത്ത മനുഷ്യരുടെ ഇടയിൽ ഈ ഒരു ആശയം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള ഒരു ചിന്ത എന്നെ വല്ലാതെ അലട്ടി. അപ്പോഴാണ് എനിക്ക് അതുപോലെ തന്നെ ഏതെങ്കിലും തരിശു ഭൂമിയിൽ അത് വെച്ചാൽ മറ്റുള്ള ആളുകൾ അങ്ങനെ എതിർക്കുകയും സ്വന്തപ്പെട്ടു തന്നെ എതിർക്കുകയും അതിനെ അവിടുന്ന് ഇളക്കി മാറ്റാനുള്ള അവസ്ഥയും സംജാതമാകും എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ സ്വന്തം സ്ഥലത്ത് തന്നെ സ്ഥാപിക്കാൻ അഭിമുഖമായിട്ട്. അതുപോലെ തന്നെ എൻ്റെ വീടിൽ നിന്നും കുറച്ച് വിട്ട് അതിന് ഞാൻ ഒരു ഇടം കണ്ടെത്തുകയും പിന്നെ ആരോടും ആലോചിക്കാതെ ആദ്യമേ അതിൻ്റെ മണ്ഡപം ഞാൻ പഠിക്കാൻ അംബേദ്കർ സ്മാരകം നിർമ്മിക്കുമ്പോൾ മറ്റുള്ളവരുടെ ആലോചിച്ചില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യം. അതായത് ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലും കയറി ഞാനിങ്ങനെ അംബേദ്കറുടെ ഒരു പ്രതിമ സ്ഥാപിക്കുകയാണ്. ഞങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഒരു സ്വകാര്യ സ്വത്താക്കി വെക്കണം എന്നും ഞാൻ ആഗ്രഹിച്ചില്ല, ഇപ്പോഴും ആഗ്രഹിക്കും. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, അംബേദ്കറുടെ സ്മാരകത്തിന് അതിൻ്റേതായിട്ടുള്ള ആ സത്യസന്ധതയും അതിൻ്റേതായിട്ടുള്ള ആദർശപരമായ വ്യക്തതയും വേണം. അതിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല എന്ന് അംബേദ്കറെ അറിയണമെന്നുള്ളവർ
അംബേദ്കർ ആരാണെന്ന് പഠിക്കണമെന്നുള്ളവർ, അംബേദ്കറുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കണമെന്നുള്ളവർ ഇതിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള എൻ്റെ ഒരു കടുംപിടുത്തം കൊണ്ടാണ് പല ആളുകളും ഇതിനോട് ചേരാത്തത് എന്ന് പറയാൻ ഈ അവസരം ഉപയോഗപ്പെടും. ഇതാണ് എൻ്റെ ശരി. ആ ശരിയുടെ ഭാഗത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാനിപ്പോൾ. എൻ്റെ മനസ്സിൽ വളരെയേറെ സങ്കല്പങ്ങളുണ്ടായിരുന്നു. അംബേദ്കറുടെ ഒരു സ്മാരകം ഉയരുമ്പോൾ അതിനകത്ത് നാല് കോണിൽ നിന്നും ഇതിന് പ്രോത്സാഹനം കിട്ടുമെന്ന്, ഇതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ഉണ്ടാകും ഞാൻ പ്രതീക്ഷിക്കുകയും ഫേസ്ബുക്കിലൂടെയും വ്യക്തിപരമായി ആളുകളെ കണ്ടും ഞാൻ സംസാരിച്ചിട്ടും കാര്യമായ ഒരു സഹായ സഹകരണം ഇതിലേക്ക് വന്ന് അതിന് ഒരു സങ്കടകരമായ കാര്യമായിട്ട് ഞാൻ എടുക്കുന്നത്. അതങ്ങനെ സാധിക്കും, അതങ്ങനെ പറ്റൂ. കാരണം അംബേദ്കർ തന്നെ ഇന്ത്യയിൽ ഒറ്റപ്പെട്ട ഒരു ബിംബമായി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, അദ്ദേഹത്തിൻ്റെ പദവി, അദ്ദേഹത്തിൻ്റെ ഔന്നത്യം, അദ്ദേഹത്തിൻ്റെ ചിന്ത, ഇതെല്ലാം ഒറ്റപ്പെട്ടു നിൽക്കുക. അതിനെ ഏറ്റെടുക്കാനോ അതിനെ മുന്നോട്ട് നയിക്കാനോ ഒരു സന്നദ്ധത ഒരിടത്തും കാണുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. അത് വരും തലമുറ ഏറ്റെടുക്കുകയോ ഏറ്റെടുക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് അവരുടെ യുക്തിയാണ്. എൻ്റെ യുക്തി ഇതാണ്. അംബേദ്കറോടുള്ള ഒരു ആരാധന, അംബേദ്കറോടുള്ള എൻ്റെ കടപ്പാട്. അംബേദ്കറെ കുറിച്ച് ഞാൻ ഇപ്പോൾ കവിത എഴുതി. കവിതയാണ്: എനിക്കു വേണ്ടി വാദിച്ചു, എനിക്കു വേണ്ടി ജീവിച്ചു, എന്നെയോർത്തെല്ലായ്പ്പോഴും വേവലാതിക്കൊണ്ടവൻ. അഡ്വക്കേറ്റ് മുന്തൂർ കൃഷ്ണൻ സ്വയം അടയാളപ്പെടുത്തലിൻ്റെ ചരിത്ര വഴികളിൽ സ്വന്തം സ്വത്വബോധം മനസ്സിലാക്കിക്കൊണ്ട് അംബേദ്കർ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഏകനായി നടന്നു പോകുന്ന ഒരാൾ. ഒരു ചരിത്രമാണ് ഇവിടെ അദ്ദേഹം കോറിയിടുന്നത്. സംഘർഷാത്മകമായ ദളിത് സാമൂഹ്യ ജീവിതത്തിൻ്റെ അശാന്തവും അനിശ്ചിതവുമായ തുടർച്ചകൾക്കിടയിലും തൻ്റെ ജ്ഞാനപരവും സർഗാത്മകവുമായ ഇടപെടലുകൾ സമൂഹത്തിന് മഹത്തായ അംബേദ്കർ ദർശനങ്ങൾ വരും തലമുറകൾക്ക് പകർന്നു നൽകാൻ വേണ്ടി അദ്ദേഹം സ്വയം ഏറ്റെടുത്ത ആ മഹത്തായ ലക്ഷ്യം. ലോകമെങ്ങും ഡോക്ടർ BR അംബേദ്കറിൻ്റെ 134ാമത് ജന്മദിനമായി 2024 ഏപ്രിൽ 14 ആഘോഷിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയും ചിലർ ഉണ്ടെന്ന കാര്യം മറന്നുപോകരുത്. ചരിത്രത്തിൻ്റെ ഇരുൾ വഴികളിലേക്ക് വെളിച്ചം പരത്തുന്ന വ്യക്തവും സ്വതന്ത്രവുമായ അംബേദ്കർ ദർശനങ്ങളുടെ അറിവിൻ്റെ സൂചകങ്ങൾ വരും തലമുറകൾ ഏറ്റെടുക്കുമെന്ന് പ്രത്യാശിക്കാം. നായകൻ ആദിഭാരതരത്നമേ, അടിമകളുടെ ദൈവമേ, ആദരവോടഞ്ജലിയോടായിരത്തിരി നെയ്ത്തിരി, ആദിഭാരതരത്നമേ.